ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് എങ്ങനെ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ബിഫോർ ഐ സ്റ്റാർട്ട് ദിസ് വൺ, നിങ്ങളൊരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് പ്രോഗ്രാം ചൂസ് ചെയ്യണം എന്നതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ തന്നെ ഒരു റിസർച്ച് നടത്തുക. ഏത് പ്രോഗ്രാമിനാണ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത്, നമ്മുടെ കഴിവ് ഏത് പ്രോഗ്രാമിന് എടുക്കാനാണ്, ആ പ്രോഗ്രാമിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും. ഏത് കോളേജാണ് ചൂസ് ചെയ്യുന്നത്, കോളേജിനെ കുറിച്ച് നന്നായി റിസർച്ച് ചെയ്യുക. അത് യൂണിവേഴ്സിറ്റി, ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന പ്രോഗ്രാംസ് ആണോ, അതിൻ്റെ സിലബസ് നോക്കുക. ഇതെല്ലാം റിസർച്ച് ചെയ്തിട്ട് വേണം, നമ്മൾ ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ നമ്മൾ സ്വയം റിസർച്ച് ചെയ്യുക. ദെൻ യു അപ്ലൈ ഫോർ ദ സ്റ്റഡി പെർമിറ്റ്. വൺസ് യു അപ്ലൈങ് ഫോർ ദ സ്റ്റഡി പെർമിറ്റ്, യു നീഡ് സച്ച് എ ഡോക്യുമെൻറ്റ് സച്ച് ലൈക്ക് യു നീഡ് സം ഡോക്യുമെൻറ്റ്സ്. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് വേണം. ഒരു കോളേജ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോളേജ് നിങ്ങൾക്കൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് തരും. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്കൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് തരും. സോ ആ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് വാട്ട് എവർ ഇസ് ഇറ്റ്, ഏത് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ആ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടാവില്ലേ. സോ ആ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ഓർ ദ ട്രാവൽ ഡോക്യുമെൻറ്റ് വാട്ട് എവർ ഇസ് ഇറ്റ്, അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ റൈറ്റ് ഓഫ് ഒരു എക്സ്പ്ലനേഷൻ റൈറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ എന്തിനാണ് പോകുന്നത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ട്, ഏതൊക്കെ പ്രോഗ്രാമാണ്, എന്തൊക്കെയാണ് എടുക്കുന്നത്, ഏത് കോളേജാണ് നിങ്ങൾ ചൂസ് ചെയ്തത്, എല്ലാം മെൻഷൻ ചെയ്ത് ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ആ ഒരു ഡീറ്റെയിലും വെക്കുക. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഫണ്ട്, നമ്മൾ മെയിൻലി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ ഫണ്ട് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹാഫ് ഇയർ, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ബട്ട് ഒന്ന് റിസർച്ച് ചെയ്യുക, ഫസ്റ്റ് ഇയർ ഫണ്ടാണോ, അതായത് ഒരു സെമ്മിൻ്റെ മാത്രമാണോ അടയ്ക്കേണ്ടതെന്നൊക്കെ നോക്കി ആ ഒരു ഫണ്ട് അടച്ചതിൻ്റെ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ GIC, ഇപ്പോൾ നമ്മൾ കാനഡയിലേക്ക് വരുന്ന മുമ്പ് നമുക്കൊരു കനഡിയൻ അക്കൗണ്ട് ഉണ്ടാവും, കനഡിയൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. സോ അതിലാണ് നമ്മുടെ GIC ഫണ്ട് ഉണ്ടാവുക. സോ ആ ഒരു ഡീറ്റെയിൽസും വെക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ വേണ്ടേ, മെഡിക്കൽ എക്സാം ഉണ്ടായിട്ടിരിക്കണം. മെഡിക്കൽ എക്സാം നമ്മളിപ്പോൾ കാനഡയിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു മെഡിക്കൽ എക്സാം ചെയ്തിരിക്കണം. സോ ആ മെഡിക്കൽ എക്സാമിൻ്റെ പ്രൂഫ് ഉണ്ടാവണം. പിന്നെ ബയോമെട്രിക്സ് ഉണ്ടായിരിക്കണം. സോ ഈ ഓൾ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഈ ഓൾ ഡോക്യുമെൻറ്റ്സ് വാട്ട് എവർ യു ക്യാൻ സബ്മിറ്റ്, ലൈക്ക് നമ്മുടെ ഒരു സ്റ്റഡി പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യാവോ, അതായത് നമ്മൾ സത്യസന്ധമാണ് എന്ന് കാണിക്കുന്ന ഓരോ പ്രൂഫും, എലിജിബിൾ ആണ് എന്ന് കാണിക്കുന്ന ഓരോ പ്രൂഫും വാലിഡ് ആയിരിക്കും. സോ അതെല്ലാം നമ്മൾ ഒരു സ്റ്റഡി പെർമിറ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.